ഈ ഫസൽ ഗഫൂർ പലപ്പോഴും വിവാദങ്ങളിൽ പരാമർശങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് ഈ ഫസൽ ഗഫൂർ. ഇപ്പോൾ ഫസൽ ഗഫൂറിന്റെ ഒരു പരാമർശം വലിയ വിവാദമാവുന്നു. പണ്ട് മാറ് മറിക്കാനായി സമരം നടത്തിയെങ്കിൽ ഇന്ന് മാറ് കാണിക്കാനായുള്ള സമരമാണ്. പല പ്രൈവറ്റ് കളികളും നടക്കുന്നുണ്ട്, അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ള ഒരു വിവാദമായ പ്രസ്താവന തന്നെയാണ്. കാരണം ഒരു പലരുടെയും സ്വാതന്ത്ര്യത്തെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണിത്. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽ ചില ആളുകൾ, എല്ലാവരെയും പറയുന്നില്ല, ചില ആളുകൾ ഈ സ്ത്രീകളെ മുഴുവൻ ഇങ്ങനെ മറച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതി, അവർക്ക് ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തു വരണമെന്ന് തോന്നിയാൽ പോലും അതിനനുവദിക്കാത്ത, അതായത് അടുക്കള അരങ്ങത്തേക്ക് വരാതെ അടുക്കളയിലും ബെഡ്റൂമിലും മാത്രം ഒതുങ്ങേണ്ട കുറെ സ്ത്രീകൾ, അങ്ങനെ ചില രീതിയിലേക്ക് ഒരു പ്രത്യേക വിഭാഗം സ്ത്രീകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോഴാണ് ഈ പല സ്ത്രീകളും അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ കടക്കുന്ന ഒരു സമയത്ത് ഫസൽ ഗഫൂറിന്റെ ഇത്തരം പ്രസ്താവനകൾ, ഇതിനെങ്ങനെയാണ് പക്ഷെ നമ്മൾ കാണേണ്ടത്? ഫസൽ ഗഫൂർ വല്ലാതെ നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട്. കാരണം ഫസൽ ഗഫൂർ സാറിനെ ഞാൻ കാണുന്നത് ഇസ്ലാമിനകത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വ്യത്യസ്തങ്ങളായ സംഘടനകൾക്ക് ഇടയിൽ ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ചിട്ട് അങ്ങേയറ്റം പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ്. പല അനുഭവങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവാഹപ്രായം 18 നിന്ന് 16 ആക്കണമെന്ന് പറഞ്ഞിട്ട് സമസ്ത സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോളേജുകളിലെ പെൺകുട്ടികൾക്ക് മാത്രമായി, മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു വോട്ടെടുപ്പ് നടത്തി അദ്ദേഹം. നിങ്ങൾക്ക് ഏത് പ്രായത്തിൽ വിവാഹിതരാകണം? ആ വോട്ടെടുപ്പിൽ 5000-ഓളം പേര് പങ്കെടുത്തു. മഹാഭൂരിപക്ഷം തെളിയിച്ചു. ആ കുട്ടികളൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് 18 എന്ന വിവാഹപ്രായം 21 ഉയർത്തണം എന്നാണ്. അതിനവർ പറഞ്ഞ കാരണം ഡിഗ്രിയെങ്കിലും പാസ്സാവണമെങ്കിൽ ആ പ്രായത്തിൽ എത്തണമെന്നാണ്. അങ്ങനെയുള്ള വളരെ വളരെ പോസിറ്റീവായ നിലപാടെടുത്ത ആളാണ്. വസ്ത്രധാരണത്തിൽ ഈ മുഖം മൂടിയുള്ള നിക്കാബ് സമ്പ്രദായം വേണ്ട എന്ന് നിലപാടെടുത്ത ആളാണ്. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ പല കാര്യങ്ങളിലും പ്രോഗ്രസീവായ നിലപാടെടുത്തിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ അതേ സമയത്ത് തന്നെ അദ്ദേഹം വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ SDPIയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയിട്ട് അവർക്ക് അനുകൂലമായി വളരെ തീവ്രവാദപരമായ നിലപാട് സ്വീകരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൺസിസ്റ്റൻസി ഇല്ല, സ്ഥിരതയില്ലായ്മയുണ്ട്. ഇപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇത്. ബോഡി ഷെയ്മിങ് ആണല്ലോ ഇദ്ദേഹത്തിന് ഈ പ്രസ്താവനയിലെ അപകടം. എനിക്ക് തോന്നുന്നു കോണ്ടസ്റ്റ് ഏതാണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ MESലെ കോളേജുകളിലെ അല്ലെങ്കിൽ കുട്ടികളുടെ സ്ത്രീകളുടെ ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ആ പറയുന്നത്. ഇനി അതല്ല MES എന്ന സംഘടനയിൽ തന്നെയുള്ള ഡ്രസ് കോഡാണോ, ഏതാണ് കോണ്ടസ്റ്റ് എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. CBSE അധ്യാപകരുടെ സംസ്ഥാന സംഗമം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ പരാമർശം. ഒരു കൂട്ടർ മുഖം മറയ്ക്കുമ്പോൾ മറ്റൊരു കൂട്ടം വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ നടക്കുകയാണ്. അധ്യാപികമാർ പങ്കെടുക്കുന്ന ക്യാമ്പുകളെ കൂത്തമ്പലമാക്കി മാറ്റരുത്. നമുക്ക് അറേബ്യൻ സംസ്കാരവും ആര്യ സംസ്കാരവും പാശ്ചാത്യ സംസ്കാരം വേണ്ടെന്നായിരുന്നു ഫസൽ ഗഫൂറിന്റെ വാക്കുകൾ. പൂർവികർ നടന്നതുപോലെ നടന്നാൽ മതി, അത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവുന്നതിൽ വിരോധമില്ല. ചെറിയ കോഴിക്കാലൊക്കെ കാണിച്ച് നടക്കാറുണ്ട് ചിലർ, അതിൽ വിരോധമൊന്നുമില്ല. അത് മുജാഹിദുകളും മതപണ്ഡിതന്മാരും ഒക്കെ നടക്കുന്നത് പോലെ ട്രൗസർ കുറച്ച് പൊക്കി നടക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇത് വല്ലാതെ പൊന്തരുത്. കാണിക്കാൻ പറ്റുന്ന വല്ലതുമൊക്കെ കാണിക്കണം. ഈ കോഴിക്കാലൊക്കെ കാണിച്ചിട്ട് എന്ത് കാര്യമാണ്? അധ്യാപികമാർ പല ക്യാമ്പുകളിലും പങ്കെടുക്കാറുണ്ട്. പക്ഷെ ആ ക്യാമ്പുകളെ കൂത്തമ്പലമാക്കി മാറ്റരുത്. അവിടെ ആട്ടവും പാട്ടും ഒന്നും വേണ്ട. DJ വെച്ച് ടീച്ചർമാർ തുള്ളണ്ട. തൊട്ടുകളിയും ചുറ്റിക്കളിയും വേണ്ട. വേറെ പല കളികളുമുണ്ട്, അതായിക്കോട്ടെ. പ്രൈവറ്റ് കളികളെ പറ്റിയൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പബ്ലിക് കളി സൂക്ഷിച്ചു വേണം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ അധ്യാപകന്മാർക്ക് വെച്ച ഒരു ക്യാമ്പിൽ ഒരു ടീച്ചർ മനോഹരമായിട്ട് ഡാൻസ് ചെയ്ത്, ഈ ഡാൻസ് ഉണ്ടല്ലോ നമ്മുടെ സ്കൂളുകളിൽ എക്സസൈസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി വളരെ ഭംഗിയായി മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു ഡാൻസാണത്. ഡാൻസിന് അത് കൊളംബിയനാണ് എന്നൊക്കെയുള്ള, എന്താണ് എന്താ അതിന്റെ പേര്, സുംബ ഡാൻസ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരിക്കും ആ പറയുന്നത്. പക്ഷെ ആ പറയുന്നത് എന്തുമാത്രം, ഒന്നാമത് അത് സ്ത്രീ വിരുദ്ധമാണ്. ഈ കാല് കാണിക്കുന്നതിന് ഏത് മനുഷ്യന്റെ കാലായാലും കാലാണ്, അതിനെ ഈ കാണാൻ കൊള്ളാവുന്നതാണ്. ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ ആ വീഡിയോ കണ്ടു ഞാൻ. അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ കാണാൻ കൊള്ളാവുന്ന കാലാണെങ്കിലും കൊള്ളാം, ഇതെന്ത് കോഴിക്കാലാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുമാത്രം എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഉള്ളിലും പരമ്പരാഗതമായി നമ്മൾ കാണുന്ന ഒരു സ്ത്രീ വിരുദ്ധമായ അല്ലെങ്കിൽ ഈ ഒരു ഉപഭോഗ വസ്തുവായിട്ട് സ്ത്രീകളെ കാണുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് വസ്തുതാപരമായ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ പറഞ്ഞത്
നിലവിട്ട് ഒരു എല്ലാ ബോധത്തിന്റെ നിലയും നിലവാരവും സംസ്കാരത്തിന്റെ നിലയും ഒക്കെ വിട്ട് പറഞ്ഞു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫസൽ സാറ് പറഞ്ഞു കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് അദ്ദേഹം പറയുന്നത് ഇത് ബോഡി ഷേമിംഗ് ആണ്. ഇതിപ്പോൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന്റെ കാലോ കയ്യോ കാണിക്കണോ വേണ്ടേ, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോ മനുഷ്യന്റെ അവകാശമാണ്. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോ ഡാൻസ് ചെയ്യാം, MES പോലുള്ള പ്രസ്ഥാനം സൂക്ഷിക്കേണ്ടതല്ലേ? അതെ. നിങ്ങൾ പിന്നെ പരമ്പരാഗതമായി ജീവിച്ചാൽ മതി, അങ്ങനെയല്ലല്ലോ MES പറഞ്ഞത്. MES അതിനുള്ളതല്ല. സാമ്പ്രദായിക ജീവിതം, പരമ്പരാഗത ജീവിതം എങ്ങനെ? പെൺകുട്ടികൾ സ്കൂളിൽ പോകേണ്ടതില്ല, പെൺകുട്ടികളെ 8-9 വയസ്സുള്ളപ്പോൾ കെട്ടിക്കണം. പരമ്പരാഗത ജീവിതം അങ്ങനെയല്ലേ? പരമ്പരാഗത ജീവിതത്തെ മുറിച്ചു കടക്കാനല്ലേ അദ്ദേഹത്തിന്റെ പിതാവ് ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ ഉൾപ്പെടെയുള്ളവർ MES ഉണ്ടാക്കിയത്. MES പരമ്പരാഗത ജീവിതത്തിനുള്ളതല്ല. പരമ്പരാഗത ജീവിതത്തിന്റെ പരിമിതികളെ മറികടന്നിട്ട് പുതിയ ലോകത്തോടൊപ്പം മുസ്ലിം സമൂഹത്തെ എത്തിക്കാനാണ് അവർ പണിപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹം പോലും ഇടക്കാലത്ത് പലപ്പോഴും നല്ല നിലപാട്, കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം നിലവിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അത് വലിയ വില കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിന് തന്നെ, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്കും ഒക്കെ കൊടുക്കേണ്ടി വരും. ഒന്നിപ്പോൾ ഈ സൂംബ ഡാൻസ് ആണ്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകള് പൊതുവേദിയിൽ ഡാൻസ്. എന്ത് നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഒരു മുസ്ലിം പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയപ്പോൾ സമ്മാനം കൊടുക്കാൻ വേദിയിലേക്ക് കയറി വന്നപ്പോ എന്ന് പറഞ്ഞ ആട്ടിപ്പായിച്ച, ആരാ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞ ആട്ടിപ്പായിച്ച മതപണ്ഡിതന്റെ പാരമ്പര്യം അല്ലല്ലോ MES-നുള്ളത്. MES അങ്ങേയറ്റം പ്രോഗ്രസീവ് അല്ലേ, പുരോഗമനപരമായ നിലപാടല്ലേ? ആ കുട്ടിക്ക് അഭിമാനത്തോടെ സമ്മാനം കൊടുക്കണം എന്നല്ലേ MES-ന്റെ വാദം? അതല്ലേ MES തുറന്നു വരുന്നത്? അങ്ങനെയാകുമ്പോൾ എല്ലാ കുട്ടികളും ഡാൻസ് ചെയ്യുന്നിടത്ത് എന്താ പെൺകുട്ടികൾക്ക്, മുസ്ലിം പെൺകുട്ടികൾക്ക് ഡാൻസ് ചെയ്യാൻ പാടില്ല? എന്താ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം? ആണും പെണ്ണും ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം സ്കൂളുകളും സ്ഥാപനങ്ങളില്ലേ? മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് തൊട്ട് ധാരാളം പ്രൊഫഷണൽ കോളേജുകളില്ലേ MES-ന്? മമ്പാട് കോളേജ് MES-ന്റെ കോളേജ്, മാതൃകാപരമായ കോളേജാണ്. ആ കോളേജിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ സ്പോർട്സിൽ ഒരുമിച്ച് കൂടണ്ടേ, കലയിൽ ഒരുമിച്ച് കൂടണ്ടേ? ഇത് പാടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹം നടത്തുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഏറ്റവും നല്ല ഡോക്ടറാണ്, ന്യൂറോളജിയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഡോക്ടറാണ്. അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന രോഗികൾക്ക് ലിംഗഭേദമുണ്ടോ? എന്തൊരർത്ഥമാണ്? അപ്പൊ ഇത് അദ്ദേഹം തന്നെ പറഞ്ഞ് എവിടെയോ വെച്ച് ഈ ഫസൽ ഗഫൂർ തിരിച്ചു നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടാക്കി വെച്ച പ്രോഗ്രസീവായ നിലപാടിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറകോട്ട് പോകുന്നത്. അതിൽ ബോഡി ഷേമിംഗ് വരുന്നുണ്ട്, കാലവിരുദ്ധത വരുന്നുണ്ട്, കലാവിരുദ്ധത വരുന്നുണ്ട്, സ്ത്രീ വിരുദ്ധത വരുന്നുണ്ട്. എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുക? പണ്ടുള്ളതുപോലെ നമുക്ക് അറേബ്യൻ വേണ്ട, ആ പറഞ്ഞതുപോലെ എന്ത് ബേസ്ലെസ് ആണ്. നമുക്ക് അറേബ്യൻ വേണ്ട, നമുക്ക് ആര്യനും വേണ്ട, നമുക്ക് വെസ്റ്റേണും വേണ്ട. ശരിയാണ്. പക്ഷെ നമുക്ക് കേരളീയം വേണം, നമുക്ക് ഇന്ത്യൻ വേണം. ആര്യൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഏതോ പ്രാകൃത കാലത്തിൻ്റെ എന്ന് പറയാം. ഏറ്റവും പുതിയ ഇന്ത്യ എങ്ങനെ ചിന്തിക്കണമോ അത് വേണം. ഏറ്റവും പുതിയ കേരളം എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ വേണം. കേരളത്തിലെ ഒരു ശരാശരി സ്ത്രീക്ക് കിട്ടേണ്ട എല്ലാ സ്വാതന്ത്ര്യവും കേരളത്തിലെ എല്ലാ വിഭാഗം പെൺകുട്ടികൾക്കും കിട്ടണ്ടേ? ഇനി വേണ്ട. അത് മാത്രമല്ല, സംസ്കാരത്തിൽ അദ്ദേഹം പറഞ്ഞ വലിയ അബദ്ധമുണ്ട്. നമുക്ക് അറബ് വേണ്ട, നമുക്ക് വെസ്റ്റേൺ വേണ്ട, നമുക്ക് അമേരിക്കൻ വേണ്ട, നമുക്ക് യൂറോപ്യൻ വേണ്ട, നമുക്ക് ഇന്ത്യനും വേണ്ട എന്ന് പറയുമ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്നത്? സംസ്കാരം സങ്കലനമാണ്, ഇതൊക്കെ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഇവിടെ വന്ന നമ്മൾ ഒരു വിദേശയാത്ര കഴിഞ്ഞ് വരുമ്പോൾ, അപ്പോൾ ധന്യ ഒരു വിദേശയാത്രക്ക് പോയാൽ വിദേശയാത്രയിൽ കണ്ടുമുട്ടുന്ന എല്ലാ നല്ലതിനെയും ഏറ്റെടുത്ത് വാങ്ങി പോന്നിട്ട് അത് അണിയാൻ നിനക്ക് അവകാശമുണ്ട്. അങ്ങനെ ഉണ്ടായതാണ് സംസ്കാരം. ആലോചിച്ച് നോക്കും. ഇവിടെ യൂറോപ്യന്മാർ വന്നതുകൊണ്ട് മാത്രം നമ്മൾ സ്വീകരിച്ച എന്തെല്ലാം ശീലങ്ങളുണ്ട്. അന്നല്ലേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്, അന്നല്ലേ നമ്മൾ ട്രെയിൻ കയറാൻ തുടങ്ങിയത്, അന്നല്ലേ നമ്മൾ പുതിയ വിദ്യാഭ്യാസം തുടങ്ങിയത്. അപ്പോൾ അന്നാണ് നമ്മൾ പുതിയ വസ്ത്രധാരണം കണ്ടത്, അന്നാണ് നമ്മൾ ജീൻസും കോട്ടും ടൈയും ഒക്കെ കണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വീകരിച്ചില്ലേ? നല്ലതൊക്കെ സ്വീകരിക്കാം. അപ്പോൾ അറേബ്യയിൽ നിന്ന് നമുക്ക് വേണ്ടാത്തൊന്നും എടുക്കണ്ട. ഈ പറഞ്ഞ അറേബ്യയിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്ത സാധനമാണ് ഈ മേലാസകലം മൂടിയിട്ട് ജിന്നായി നടക്കണ്ട. പക്ഷേ അറേബ്യയിൽ നമുക്ക് കിട്ടാവുന്ന നല്ല ഭക്ഷണമുണ്ട്, കഴിച്ചൂടെ? മന്തി കഴിച്ചാൽ മന്തി നമുക്ക് രുചിക്കുമെങ്കിൽ നമ്മൾ കഴിക്കും, അല്ലേ? പേർഷ്യക്കാർ കൊണ്ടുവന്നാണ് ബിരിയാണി, നല്ലതാണെങ്കിൽ നമ്മൾ കഴിക്കും. അതുപോലെയാണ് അവിടുന്ന് അറബികൾ ആര് വന്നാലും ഇവിടുത്തെ പാൽപ്പായസം ഇഷ്ടമാണ്. അത് നമ്മുടെ അമ്മമാരുണ്ടാക്കിയതാണ്, നമ്മുടെ മുത്തശ്ശിമാരുടേതാണ്, അത് അങ്ങോട്ടും കൊടുക്കും. ഈന്തപ്പഴം ഇപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അറേബ്യനാണെന്ന് മാത്രമല്ല, നമ്മുടെ ഈ പഞ്ചാമൃതം ഉണ്ടല്ലോ, പഞ്ചാമൃതം ഭാരതത്തിന്റെ ചിരപുരാതനമായ പഞ്ചാമൃതത്തിലെ ഒരു ഘടകം ഈന്തപ്പഴമാണ്. ഇതൊക്കെ പരസ്പരം കൂടിക്കലർന്നാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ കാര്യം. ഇതൊന്നും ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഉണ്ടാവാണ് സംസ്കാരം. അറേബ്യയിൽ നിന്ന് നമുക്ക് എടുക്കാം എന്ത്? നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ. അവരുടെ എന്തെങ്കിലും പ്രാകൃതമായ ആചാരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആചാരം എടുക്കണ്ട, സംസ്കാരം എടുക്കാം, നല്ലതെടുക്കാം. യൂറോപ്പിൽ നമുക്ക് ആവശ്യമുള്ളതല്ലേ എടുക്കുള്ളൂ. നമ്മൾ ഏതെങ്കിലും പാർക്കിൽ കയറിയിട്ട് പരസ്പരം പ്രണയാലിംഗനം നടത്തുമോ? കേരളത്തിന്റെയും ഇന്ത്യയുടെയും സംസ്കാരത്തിന് നിരക്കുന്നതല്ല. അത് നമ്മൾ സ്വകാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ കൺസെപ്റ്റ് അങ്ങനെയാണ്, നമ്മൾ അത് സ്വീകരിക്കും. അപ്പൊ യൂറോപ്പിൽ നിന്ന് നമുക്ക് എന്നാ യൂറോപ്പിന്റെ വേഷം
ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ ബർമുട ഇട്ടാണ് നടക്കുന്നത്. കുട്ടികൾ പലപ്പോഴും ആണുങ്ങളെ വീട്ടിലൊക്കെ കംഫർട്ട് അതല്ലേ കംഫർട്ട് അതല്ലേ. മാത്രമല്ല പെൺകുട്ടികൾ പോലും, എൻ്റെ മക്കളൊക്കെ ഷർട്ട് ഇട്ട് കിടക്കുന്നു, പലപ്പോഴും ജീൻസ് ഇട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ മിനി സ്കേർട്ട് പോലും വീട്ടിനകത്ത്. അപ്പോൾ ഇതൊക്കെ നല്ലത് എടുക്കുകയും കൊടുക്കുകയും ചെയ്യാനല്ല. ഇദ്ദേഹം എവിടെ നിന്നാണ് സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലക്കും അപകടം പിടിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു കാരണവശാലും എൻഡോസ് ചെയ്യാൻ പറ്റാത്ത. ഡോക്ടർ ഫസൽ ഗഫൂർ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇദ്ദേഹത്തിന് മനസ്സിലാക്കാത്തൊരു കാര്യം എനിക്ക് തോന്നുന്നു, അദ്ദേഹം CBSE സ്കൂളുകളുടെ അധ്യാപകരുടെ സംഗമത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഇത് പുറത്താരും അറിയില്ല എന്നാണോ? CBSE അല്ലേ പക്ഷേ പുറത്താരും സ്റ്റേറ്റല്ല. അതാണ് അദ്ദേഹം ധരിച്ചിട്ടുണ്ടാവുക. മണ്ടത്തരാണ് അദ്ദേഹം കാണിച്ചത്. ഫസൽ സാറിനോടുള്ള അദ്ദേഹം സ്വീകരിച്ച ഒരുപാട് നിലപാടുകളെ ആദരപൂർവ്വം പിന്തുണച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇതിനോട് പിന്തുണക്കാൻ ഒരു നിവൃത്തിയുമില്ല. അദ്ദേഹം കാണിച്ചത് വലിയ മണ്ടത്തരമാണ്. അദ്ദേഹം അത് തിരുത്തി പറഞ്ഞ് കേരളത്തോടും പ്രത്യേകിച്ച് കേരളത്തിലെ പെൺകുട്ടികളോടും സ്ത്രീ സമൂഹത്തോടും മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം.